ഹലോ കൂട്ടുകാരെ, DSP ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാവാടയും ബ്ലൗസുമാണ് കട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ ഇതൊരു സാരിയാണ്. അപ്പോൾ ഈ സാരി ഇങ്ങനെ നാലാക്കി മടക്കിയിടുക. അപ്പം നമുക്ക് ഒരു ഭാഗം എത്രയാണോ വീതി വേണ്ടത്, പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള വീതി, ഞാനിവിടെ 54 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. ഒരു ഭാഗത്തെ വീതിയാണ് പറയുന്നത്. അങ്ങനെ 2 മടക്കാക്കി എടുത്തിട്ട് അത് നാലാക്കി മടക്കിയിടുക. നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നാലാക്കി മടക്കിയിടുക. എന്നിട്ട് പാവാടക്ക് നിങ്ങൾക്ക് എത്രയാണോ, ഫുൾ പാവാടക്ക് എത്രയാണോ നിങ്ങൾക്ക് ഇറക്കം വേണ്ടത്, അത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 39 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്കി മുകളിലത്തെ ബോർഡർ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 39 ഇഞ്ചും പിന്നെ ബാൻഡിൻ്റെതും കൂടി ആകുമ്പോൾ കണക്കാവുമല്ലോ. അങ്ങനെ ഇറക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അത് ആദ്യം മുകളിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് മുകളിലത്തെ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പാവാടക്ക് വേറെ കട്ടിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഇതേ ഉള്ളൂ. ഇനി നമുക്ക് ബാൻഡ് മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ. ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. നമുക്ക് പ്ലീറ്റ് ഇടാനുള്ളതല്ലേ, അത് പോയിൻ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ബാൻഡിൻ്റെ ഇതാണ് കട്ട് ചെയ്യാനുള്ളൂ. അപ്പം ബാൻഡിന് നിങ്ങൾക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അത് നോക്കുക. എനിക്കിവിടെ 17 ഇഞ്ചാണ് വേണ്ടത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 17 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ബാൻഡിൻ്റെത് കട്ട് ചെയ്തെടുക്കുക. ഇത്ര ഭാഗങ്ങൾ. ഇനി നമുക്ക് ബ്ലൗസാണ് കട്ട് ചെയ്യേണ്ടത്. ബ്ലൗസ് ഞാൻ പ്രിൻസസ് കട്ട് ബ്ലൗസാണെന്ന് പറഞ്ഞല്ലോ. പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ബ്ലൗസിൻ്റെ തുണി ഇതുപോലെ ഇടുക, രണ്ടാക്കി മടക്കി ഇടുക. നടുവെ മടക്കിയിട്ടിട്ട് നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കാണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെതായതുകൊണ്ട് എത്രയാണ് ഇറക്കം വേണ്ടത് നോക്കുക. ഞാനിവിടെ താഴെയിലൊരു വര വരച്ച് കൊടുക്കുന്നുണ്ട് തുണി ലെവലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്, ബ്ലൗസിൻ്റെ ഇറക്കം ഞാനിവിടെ 14 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇത് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡർ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ വരുന്നത് 5 ഇഞ്ച് തന്നെയാണ് ആം ഹോൾ എടുക്കുന്നത് കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് അളവാണ് നോക്കേണ്ടത്. 36 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. അപ്പോൾ ഈ 36 ഇഞ്ചിൻ്റെ 4/1 ഭാഗമാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. 4/1 ഭാഗം 50 ഇഞ്ചാണ് വരുന്നത്. ആ 50 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് സ്ക്വയറാക്കി വരച്ചു കൊടുക്കാം. കോർണറിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കർവ് വരച്ചു കൊടുക്കാം. കർവ് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് ഇറക്കം വരുന്നത് 6 ഇഞ്ചാണ്. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ്. അതിവിടെ നമുക്ക് സ്ക്വയറാക്കി വരച്ചു കൊടുക്കാം. ഞാനിത് ഡയമണ്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡയമണ്ട് നെക്കിൻ്റെ ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയിലുള്ള വേസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കണം. അവിടെ നമുക്ക് പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ട്
3.5 ഇഞ്ചിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. പിന്നെ 2 ഇഞ്ച് നമ്മൾ ഡാട്ട് കട്ട് ചെയ്തെടുക്കാനുള്ള ഇതില്ലേ അത് മാർക്ക് ചെയ്തു. നമുക്ക് ആം ഹോളിൻ്റെ അടുത്തുള്ള അവിടെ മാർക്ക് ചെയ്തെടുക്കാം. മെയിൻ പോയിന്റ് 9 ഇഞ്ചിൽ മെയിൻ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് റൗണ്ടിൽ വരച്ചു കൊടുക്കാം. ആം ഹോളിൻ്റെ കോർണറിൻ്റെ കുറച്ച് മുകളിലായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 ഇഞ്ച് ഇപ്പുറം അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെ നമുക്ക് 3 ഇഞ്ച് ഇറക്കത്തിൽ പോയിന്റ് ചെയ്തിട്ട് ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുക്കാം. പ്രിൻസസ് കട്ടിന് കേട്ടോ. ഇനി നമുക്ക് താഴേലത്തെ വേസ്റ്റ് വേണം അടയാളപ്പെടുത്തി കൊടുക്കാം. അത് 7 ഇഞ്ചാണ് വരുന്നത്. 2 ഇഞ്ച് നമുക്ക് ഡാട്ട് പിടിക്കാനുള്ളതും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസിന് വിഷമമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. താഴേലത്തെ ലെവലാക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണമല്ലോ. ഇവിടെ ഒരു 1/2 ഇഞ്ച് അങ്ങ് കട്ട് ചെയ്ത് കളയണം. പിന്നെ ഇതും നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇത് രണ്ടും മാറ്റി. ഇപ്പം നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് ആയി. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് ഹൂക്കാണ്, അപ്പോൾ ബാക്കിൽ ഓപ്പണിംഗ് ആണ് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കാം. ഹൂക്കും ലിപ്സും വെക്കാനുള്ള 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് 6 ഇഞ്ചാണ് വരുന്നത്, അതും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് നെക്കും ഡയമണ്ട് നെക്ക് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ബാക്ക് നെക്കും ഡയമണ്ട് നെക്ക് തന്നെയാണ് ചെയ്യുന്നത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് തന്നെയാണ് ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് ഡാട്ട് പിടിക്കാനുള്ള ഇതാണ്. അത് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. 3.5 ഇഞ്ച് ഇറക്കും മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് ഡാട്ട് പിടിക്കുന്നത് കേട്ടോ ബാക്ക്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് 3/4 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ് ഇതേപോലെ 4 ആക്കി മടക്കിയിടുക. പഫ് സ്ലീവാണ്. അപ്പോൾ സ്ലീവിൻ്റെ താഴേലത്തെ ഭാഗം മടക്കി അടിക്കാൻ വേണ്ടി 1 ഇഞ്ച് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. സ്ലീവിന് ഇറക്കം മാർക്ക് ചെയ്തിരിക്കുന്നത് 12 ഇഞ്ചാണ്. പിന്നെ ഇത് പഫ് സ്ലീവ് ആയതുകൊണ്ട് അവിടുന്ന് ഒരു 2.5-3 ഇഞ്ച് അവിടെയും മുകളിലേക്ക് മാർക്ക് ചെയ്യണം. ഇത് സൈഡിലത്തെ വണ്ണാണ്. വണ്ണം 7.5 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. താഴേലത്തെ വണ്ണം 5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ഇതിന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക്
പഫ് സ്ലീവിൻ്റെ മുകളിലത്തെ ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുക. ഇത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പഫിന് വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തിട്ട് അത് ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കും. അതായത് ഞാൻ ഈ വരച്ചിട്ടില്ലേ, ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പഫ് വേണമെങ്കിൽ മാർക്ക് ചെയ്താൽ മതി. ഇതുപോലെ പഫ് സ്ലീവിൻ്റെതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നോക്കി, ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇത് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗമുള്ളത് ഇത് സ്ക്വയർ ആക്കിയിട്ട് നെക്കിനുള്ള പീസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.